ഈ ഫോൺ കോളുകളെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ പേരൻസ് വിളിക്കുമല്ലോ എന്തെങ്കിലും ക്രിട്ടിക്കൽ സിറ്റുവേഷനിലുള്ളപ്പോൾ. ഇപ്പോൾ കഴിഞ്ഞ തവണ ജാസ്മിൻ്റെ ഫാദർ വിളിച്ച് ഒരു കോള് കംപ്ലീറ്റ് അല്ലാതെ ടെലികാസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അത്രയുമല്ല അവർ സംസാരിച്ചേ എന്നുള്ളൊരു ടോക്ക് ഉണ്ടായിരുന്നു. ശരിക്കും അതിൻ്റെ വാസ്തവം എന്താ? എഗെയിൻ ഇതിപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഈ മെയിൻ സിറ്റുവേഷൻ നടക്കുമ്പോൾ ഒന്നും ഞാൻ അവിടെ ഇല്ല എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. പിന്നീട് അന്വേഷിക്കണമല്ലോ. ഞാൻ പറഞ്ഞല്ല, അന്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അപ്പോൾ അത് ചാനലിന്റെ തീരുമാനമായിരിക്കും, എന്തെങ്കിലും ആയിരിക്കും. നമ്മൾ ചെല്ലുന്നത്, ഞാൻ തേഴ്സ്ഡേ ചെല്ലുമ്പോൾ ഞാൻ തന്നെ ചോദിച്ചൊരു ചോദ്യം, ചാനലിന്റെ തീരുമാനമായിരിക്കാം എന്ന് പറഞ്ഞാൽ ചാനൽ തീരുമാനമായിരിക്കുമെന്ന് ഉറപ്പിക്കാൻ പറ്റുന്നില്ലേ? ഇല്ല, ഉറപ്പിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഇത് അവിടെ നിന്നല്ലാതെ വേറൊരു ഇത് വരില്ലല്ലോ. ഫൈനൽ എഡിറ്റ് ടെലികാസ്റ്റ് ചെയ്യുന്നത് അവിടെ നിന്നായിരിക്കുമല്ലോ. സോ നമ്മളിപ്പോൾ ഈ പറഞ്ഞ മാതിരി അതിൽ ഇവരുടെ പാരൻസ് ആയിട്ട് എന്താ ഡിസ്കഷൻ നടന്നേക്കുന്നത് എനിക്കറിയില്ല. കാരണം ഇപ്പം നമുക്കിപ്പം ഒരു പേഴ്സണൽ സ്റ്റഫ് എന്നുള്ളൊരു സംഭവം ഉണ്ട്. ഐ അണ്ടർസ്റ്റാൻഡ്, ഷോ ആണ്, ഇതൊക്കെയുണ്ട്. ഇപ്പം നമുക്ക്, ഞാനതിൽ ഇൻവോൾവ് അല്ലാത്ത കാരണം ഒരു പരിധിയിൽ കൂടുതൽ നമ്മളത് ചോദിക്കേണ്ട കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എല്ലായിടത്തും പോയി തലയിട്ട് ഇത് ഓരോരുത്തർക്കും ഓരോ ഹെഡ് ഉണ്ട്, ഓരോ കാര്യങ്ങളുണ്ട്, അവർ ചെയ്തിട്ടുണ്ട്. ഇത് വന്നു കഴിയുമ്പോൾ ഇത് എന്താണ് അടുത്തത്, ഇപ്പോൾ വീക്കെൻഡിൽ നമ്മൾ എന്ത് ചെയ്യണം, ലാൽ സാറ് വരുമ്പോൾ ലാൽ സാർ ഇതെങ്ങനെ ഡീൽ ചെയ്യണം, ഇതായിരിക്കണോ ഞാൻ ചിന്തിക്കേണ്ട കാര്യം. അപ്പൊ ഞാനത് എപ്പിസോഡ് കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു ഇത് വാട്ട് ഹാപ്പൻ, ഒരു സാധനം മിസ്സിംഗ് എനിക്ക് തോന്നി. മനസ്സിലായില്ലേ? ബിക്കോസ് ഓഫ് കോഴ്സ് എനിക്കറിയാം അത് ആ ഒരു മിസ്സിംഗ് ഫീൽ ചെയ്തുകൊണ്ടാണ് അത് ഇത്രയും വലിയ ചർച്ച. കാരണം പോകുന്നതിന് മുമ്പുള്ള റിയാക്ഷൻ, കഴിയുമ്പോഴുള്ള റിയാക്ഷൻ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞതാണ്. ഇത് വെച്ചിട്ടാണല്ലോ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഓഡിയൻസിനെ പറ്റിക്കാൻ പറ്റില്ല ഒരു. അപ്പോൾ ഇത് ഇങ്ങനെ എന്തുകൊണ്ട് നടന്നു എന്ന് പല വർഷം ചോദിച്ചാലും കാര്യങ്ങളും ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഒരു ഇത്. പക്ഷെ ഇത് എന്തുകൊണ്ട് നടന്നു നോക്കി, ശരി നടന്നു, നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്ക് ടൈമില്ല, നമുക്ക് 100 ദിവസത്തെ ഷോ ആണ്, ഇന്ന് വന്ന് ചെന്ന് കഴിഞ്ഞാൽ നാളെ സാറ് വരും, സാറിന് പറഞ്ഞ് മറ്റന്നാൾ ടെലികാസ്റ്റ് ചെയ്യണം. വാട്ട് ഈസ് യുവർ ഇത്, ഹൗ ആർ വി ഗോണ ഡീൽ വിത്ത് ഇറ്റ്, ഇതാണ് നമ്മൾ അന്വേഷിക്കുക. അത് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്നുള്ളത് അത് ഒരാളുടെ തീരുമാനം പോലും അല്ല. സി ഓൾവേസ് ഒരാൾക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. ഇവിടെ എല്ലാവരും കൂടെ ഇരുന്ന് ഡിസിഷൻ എഴുതപ്പോൾ എന്തെങ്കിലും ഇങ്ങനെയാണ് നമ്മളിത് ഡീൽ ചെയ്യാൻ പോകുന്നത്. പക്ഷെ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൺവേ ചെയ്തു എന്നുള്ളൊരു സംശയം ആളുകൾക്ക് എല്ലാവർക്കും ഉണ്ട്, ഇവിടെ ഇരിക്കുന്ന എനിക്കും ഉണ്ട്. ഞാൻ അതിന്റെ ഫുട്ടേജ് കണ്ടിട്ട് പോലുമില്ല. കാരണം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വേണമെങ്കിൽ എനിക്ക് ഇതിന്റെ പോയി ഫുട്ടേജ് ഒക്കെ തപ്പിപ്പിടിച്ച് നോക്കി എടുത്ത് കണ്ട് ഇരിക്കാം. പക്ഷെ ഞാനത് കാണാൻ പോയിട്ടില്ല. സിമ്പിൾ റീസൺ ബീയിങ് ദാറ്റ് മൈ ലുക്ക് ഔട്ട് ഇസ് വീക്കെൻഡ് എപ്പിസോഡ്. ഞാൻ എങ്ങനെ സാറ് ഇതെങ്ങനെ ഡീൽ ചെയ്യും, നമ്മൾ ഈ സിറ്റുവേഷൻ എങ്ങനെ ഡീൽ ചെയ്ത് മുന്നോട്ട് പോകും, ദാറ്റ് ഇസ് മൈ ലുക്ക് ഔട്ട്, ഹാർഡ് കോർ ലുക്ക് ഔട്ട്. നമ്മളെ ഹയർ ചെയ്തേക്കുന്നത് അതിനാണ് അല്ലേ. ഞാൻ റിയാലിറ്റി ടീമിന്റെ അവിടെ പോയി അവരെന്തിനാ അത് ചെയ്തു, എങ്ങനെ ചെയ്തു, എന്തുകൊണ്ട്, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പറ്റിയേക്കുന്ന ഐഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നടന്നു, അത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള സംഭവമായ എന്തോ അവർ റിക്വസ്റ്റ് ചെയ്തു, അങ്ങനെ ഇത് വാട്ട് എവർ ദ ഡീലേഴ്സ്. ഓക്കെ, നമുക്ക് ഇത്രേ അറിയുള്ളൂ. അതിൽ കൂടുതൽ ജാസ്മിൻ ആണോ പാരന്റ്സ് ആണോ ആരെ റിക്വസ്റ്റ് ചെയ്ത്, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാണോ? റിക്വസ്റ്റ് ചെയ്ത് ഉറപ്പ് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്താ വെച്ചാൽ ഇപ്പം എൻ്റെ അടുത്തല്ല ഇത് പറഞ്ഞേക്കുന്നത്, ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഇത് നമ്മളവിടെ ചെല്ലുമ്പോൾ പലരും പറയുന്ന കഥകളാണ്. ഇപ്പൊ നമുക്ക് ഒരാള് ആധികാരികമായിട്ട് ഞാനൊരു കാര്യം പറയണമെങ്കിൽ അതിൽ എനിക്ക് എന്തെങ്കിലും ഒരു പ്രൂഫോ ഇല്ലെങ്കിൽ ഞാൻ നേരിട്ട് അറിയാവുന്ന ഒരു സിറ്റുവേഷൻ, ഇതെനിക്ക് സത്യമായിട്ടും അറിയില്ല. ബിക്കോസ് ഓൾ ദ സിറ്റുവേഷൻ ഹാപ്പൻസ് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ നടക്കുന്ന കാര്യങ്ങളാണ്. എപ്പിസോഡിലുണ്ട് കോള് വന്ന കാര്യം എനിക്ക് അറിയാവുന്നതാണ്. ഞാൻ അവിടെ ചെന്ന് ഞാൻ എപ്പിസോഡ് കണ്ടപ്പോഴും വിചാരിച്ചു ഇതെന്തോ ഒരു സംതിങ് മിസ്സിംഗ് അല്ലേ. ഇപ്പൊ എനിക്ക് തോന്നിയില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. എല്ലാവർക്കും തോന്നിയ കാര്യമാണ്, നാട്ടുകാർ മുഴുവൻ തോന്നി, എനിക്കും തോന്നിയതാണ്. ഞാൻ ഇവിടുന്ന് ചെന്നൈക്ക് പോകുന്ന വഴിക്കാണ് ഇതിരുന്ന് കാണുന്നത്. ഞാൻ നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്തു. ആൻഡ് ഐ ഫെൽറ്റ് ഇറ്റ് ഓൾസോ, കാണിക്കാവുന്നതായിരുന്നു എന്ന് എനിക്കും തോന്നി. പക്ഷെ അത് കാണിച്ചിട്ടില്ല. ഒരു ഫൈനൽ തീരുമാനം ചാനൽ എടുക്കാറുണ്ടല്ലേ? നിങ്ങളിത് വേണ്ട എന്ന് പറഞ്ഞാൽ പോലും അവരുടെ തീരുമാനം ഇതെങ്ങനെ മതി എന്ന് തീരുമാനിക്കുമല്ലോ അല്ലെ. ഇത് വേണ്ട, ഇത് കൊടുക്കണം, അല്ലെ ഇത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഏത് വാക്കാണ് മ്യൂട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവർക്കൊരു SNP ഉണ്ട്, അവർക്കാണ് ലീഗൽ കേസ് വരുന്നത്, ഇതും കാര്യങ്ങളും. സോ അവർക്കൊരു ബോഡി ഉണ്ട് തീരുമാനിക്കാനും. അത് ഒരാളുടെ ഡിസിഷൻ, ഈ പറഞ്ഞ SNP വരെ ഡിസൈഡ് ചെയ്യണമല്ലോ, അതൊക്കെ അറിയാലോ. സോ ഓൾ ദോസ് തിങ്സ് ആർ പാർട്ട് ഓഫ് ഇറ്റ്. ഫൈനൽ അവർ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഒരു കാര്യം കൂടി ചോദിച്ചേട്ടേക്കാം, സിബിൻ്റെ ഫാദറിന് ഇഷ്യൂ ആയിട്ട് ഒരു ഫോൺ കോൾ അവിടെ വന്നിരുന്നു, അല്ലെങ്കിൽ വന്നിരുന്നു
എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, വന്നിട്ടില്ല എന്നുള്ളതാണ് സിവിൻ പറയുന്നത്. സിവിൻ്റെ ഫാദറിന് പ്രശ്നമുണ്ടെന്ന് സിവിൻ പുറത്തിറങ്ങിയപ്പോഴാണ് അറിയുന്നത്. എന്തുകൊണ്ട് ആ കോൾ കണക്ട് ചെയ്തില്ല, ഏഷ്യാനെറ്റിലേക്ക് കണക്ട് ചെയ്യാൻ എനിക്കറിയില്ല. അത് ഞാൻ കേട്ടിട്ട് എനിക്കറിയില്ല ഇങ്ങനെ ഒരു സിറ്റുവേഷൻ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒക്കെ പറഞ്ഞു കേട്ടിട്ടില്ല. സിവിന്റെ അച്ഛന് ഹാർട്ട് അറ്റാക്ക് അതിലെ ക്ലിയർ ചെയ്തിട്ടില്ല. എപ്പിസോഡിൽ വന്നിട്ടുണ്ടോ? എപ്പിസോഡിലില്ല. വിളിച്ചിട്ട് കണക്ട് ചെയ്യിപ്പിച്ചില്ല, സിവിനെ ഇൻഫോം ചെയ്തില്ല, സിവിൻ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞപ്പോഴാണ് അറിയുന്നത്. ഞാൻ പറയട്ടെ, ഇതിപ്പം അവിടെ വരുന്ന എല്ലാ കോൾസും അകത്തേക്ക് കണക്ട് ചെയ്യാറില്ല. ആളുകൾ പേരൻസ് ചോദിക്കുള്ളൂ എങ്ങനെ ഉണ്ട്, അവർക്ക് എങ്ങനെ ചോദിക്കാറുണ്ട്. ഉണ്ട്. നമുക്ക് അത് പറയാനായിട്ട് അവിടെ ഒരു സെലിബ്രിറ്റി മാനേജർ ഉണ്ടാകും. അവർക്ക് എന്തെങ്കിലും ഇപ്പോൾ ഡ്രസ്സ് വേണമെങ്കിൽ ഈ സെലിബ്രിറ്റി മാനേജറിന്റെ അഡ്രസ്സിലേക്ക് അയച്ചാൽ മതി. നമ്മൾ ഇടയ്ക്ക് വിളിച്ച് പറയും ഡ്രസ്സോ എന്തെങ്കിലും. വീക്കെൻഡിന്റെ ഡ്രസ്സ് ചിലവർ ലേറ്റ് ആയിട്ട് കൊടുത്തു വിടുന്നവരുണ്ട്, ചിലർ 2-3 ആഴ്ചത്തേക്ക് കൊടുത്തു വിടും, അത് കഴിയുമ്പോൾ അടുത്ത 2-3 ആഴ്ചത്തേക്ക് കൊടുത്തു വിടും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അത് കണക്ട് ചെയ്യാനായിട്ട് ഒരാളുണ്ട്. അത് അതിന്റെ സീരിയസ്നെസ്സും ഇഷ്യൂസും അനുസരിച്ചിട്ടാണ് നമ്മൾ വീടിൻ്റെ അകത്തേക്ക് പറയാറുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ 100-300 പേരാണ് ഇതിൽ അല്ല എൻ്റെ പിന്നിൽ. നമ്മൾ ഈ കുറ്റങ്ങൾ പറയുമ്പോഴും അവരുടെ വർക്ക് നമ്മൾ കാണാതിരിക്കും. ഇത്രയും പേരുടെ കഷ്ടപ്പാടിലാണ് ഈ പ്രോഗ്രാം പുറത്തേക്ക് വരുന്നത്. ആ കഷ്ടപ്പാട് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ വിമർശിക്കുന്നവർ ഒന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ വിമർശനം എപ്പോഴും ഉണ്ടെങ്കിലോ നമുക്ക് വളർച്ച ഉണ്ടാവുള്ളൂ. അതിന് യാതൊരു മാറ്റമില്ല. കാര്യങ്ങൾ ഈ നേരത്തെ പറഞ്ഞ ഓഡിയൻസിന് ഒരിക്കലും നമുക്ക് പറ്റിക്കാൻ കഴിയില്ല. ഓഡിയൻസ് നമ്മളിപ്പോൾ ജാസ്മിൻ വരുമ്പോൾ അത് ഫേക്കാണെന്ന് ഓഡിയൻസ് അന്നേ തോന്നി. അതുകൊണ്ടാണ് ഓഡിയൻസ് അങ്ങനെ പ്രതികരിച്ചു തുടങ്ങിയത്. പക്ഷേ ഇതെല്ലാം മാറ്റി നിർത്തുമ്പോൾ ഈ തവണത്തെ എപ്പിസോഡ് താങ്കളല്ല ഡയറക്റ്റ് ചെയ്യുന്നത്, സർഗുയാണ്. എൻ്റെ ഒരു ഫ്രണ്ടാണ്, താങ്കളൊക്കെ അറിയാം, സർഗുയാണ്. അദ്ദേഹത്തിനോടുള്ള ഒരു താങ്കളൊരു കാഴ്ചപ്പാട്, സർഗു പുതിയൊരു പ്രോഗ്രാം ലൈക്ക് നന്നായിട്ട് വരട്ടെ അല്ലേ ഷോ. ഐ തിങ്ക് എവ്രി വൺ ഷുഡ് സീ ദ ഷോ. എനിക്ക് തോന്നുന്നു ദിസ് ഇസ് എ ഫസ്റ്റ് ഇയർ ഞാൻ ഐ വിൽ ബി സീയിങ് ഇറ്റ് ഫ്രം ഔട്ട് സൈഡ്. അപ്പോൾ ഞാൻ ഇതുവരെ പുറത്തുനിന്ന് നമ്മളിപ്പോഴും ഷോ ചെയ്യുമ്പോഴേ കാണാറുള്ളൂ. ഷോ ചെയ്തില്ലെങ്കിൽ നമ്മൾ കാണാറില്ല. ഇത്തവണ ഞാൻ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ബാക്കി കാണണമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഷോ എപ്പോഴും ഹിറ്റാവണം എന്ന് തന്നെയാണ് നമുക്ക് ആഗ്രഹം. കാരണം അത്രയും നല്ലൊരു ഷോ ആണ്. ഐ ലവ് ദ ഷോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2005-2006 ഹിന്ദി തുടങ്ങിയപ്പോൾ ആദ്യത്തെ ബിഗ് ബോസ് ഞാൻ ചെയ്യുന്നത്. അന്ന് പോലെ ബിഗ് ബോസിൻ്റെ പാട്ടാണ്. ഞാൻ തമിഴ് ചെയ്തിട്ടുണ്ട്, കന്നഡ ചെയ്തിട്ടുണ്ട്, മലയാളം ഇത്രയും സീസൺ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഡിയർ ക്ലോസ് ഷോ തന്നെയാണ്. എനിക്ക് തോന്നുന്നു വേറൊരു ഷോയ്ക്കും ഇത്രയും ഒരു ഹൈ കിട്ടാറില്ല. അപ്പം എല്ലാവരും നന്നായിട്ട് വരട്ടെ. അത്രയും എൻ്റെ അടുത്തൊരു ശിഷ്യൻ ചെയ്തിരുന്നു, ഫൈസൽ, എൻ്റെ നാട്ടുകാരൻ. അത് ഞങ്ങൾക്ക് അതെനിക്കറിയാലോ, എനിക്ക് അഭിമാനം. എൻ്റെ ശിഷ്യനാണ് എന്ന് എനിക്ക് അഭിമാനത്തിൽ പറയാം. അദ്ദേഹം ഒരു സീസൺ ചെയ്തിരുന്നു. അതെ, സീസൺ 3 പുള്ളിയാണ് വീക്കെൻഡ് ഡയറക്ട് ചെയ്തായിരുന്നു. അത് ലാലേട്ടൻ കെട്ടിപ്പിടിക്കുന്ന ഒരു ഫോട്ടോയാണ് ഏറ്റവും വൈറലായ. മുടി മാത്രം ഉണ്ടായിരുന്നു. ഞാൻ ബോംബെയില് വന്നിട്ട് ആദ്യത്തെ ഷോ ചെയ്യുന്നത് എൻ്റെ മോളായിട്ടാണ്. ആൻഡ് പീപ്പിൾ ദെയർ ആർ വെരി ക്ലോസ് ടു മീ. എല്ലാവരും എനിക്ക് ഇപ്പം ഞാൻ പറയാം, എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഇയർ എൻഡ് ഓഫ് ദി ഇയർ എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ എൻ്റെ മോളിൽ തിരിച്ചെത്തും, ബിഗ് ബോസ് ചെയ്യും. അത് ഭയങ്കര ഒരു ഫീലാണ്. എൻ്റെ മോൾ ഇസ് ഓൾവേസ് ലൈക്ക് എ ഫാമിലി. എത്ര പേരാണ് താങ്കളുടെ അസോസിയേറ്റ് ആയിട്ട് നിൽക്കുന്ന എഡിമാർ? എത്ര പേര്? എനിക്കിപ്പം എവിക്ഷൻ ടീം ആണെങ്കിൽ എവിക്ഷൻ ടീമിൽ എനിക്ക് കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നത് 5 പേരാണ്. 5 പേര്. എഡിറ്റിൽ 1 റൈറ്റർ, പിന്നെ ഒരു 2 പ്രൊഡ്യൂസേഴ്സ്, സീനിയർ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് 1 അസിസ്റ്റന്റ് പ്രൊഡ്യൂസർ. മൊത്തം എത്ര എഡിറ്റേഴ്സ് ഉണ്ടാവും? എഡിറ്റേഴ്സ് മൊത്തം എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. സോ ദാറ്റ്സ് എ ടീം. അസിസ്റ്റന്റ് എഡിറ്റേഴ്സും ഒക്കെ കൂടെ ഉണ്ടാവും ഒരു 30 പ്ലസ് ഒക്കെ ഉണ്ടാവും. ഇവർക്കൊക്കെ ഷിഫ്റ്റ് ആയിരിക്കുമല്ലോ അല്ലേ? എല്ലാവർക്കും ഷിഫ്റ്റ് ആണ്. മോർണിംഗ് ഷിഫ്റ്റ് ആൻഡ് ഈവനിങ് ഷിഫ്റ്റ്. ചേഞ്ച്. ഫുഡൊക്കെ കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് കിട്ടുമോ? പിന്നെ ഓൺ ടൈം. നമുക്ക് മത്സരാർത്ഥികൾക്ക് ഫുഡൊക്കെ കുറഞ്ഞു പോകുമ്പോൾ നമുക്ക് വിഷമം തോന്നാറ്. നിങ്ങൾക്ക് നല്ല ഫുഡ് തന്നെ ആയിരിക്കും ഈ സമയത്ത് കിട്ടും? നല്ല ഫുഡ് അല്ല, പ്രൊഡക്ഷൻ ഫുഡ്. അത് ഇക്കാലത്ത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. പക്ഷെ ഡീസന്റ് എനഫ് ഫുഡ്, ഗുഡ് ഫുഡ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഇടയ്ക്ക് കിട്ടുമോ? അല്ല, ഇഷ്ടപ്പെട്ട ഫുഡ് ഒന്നുമല്ല. എനിക്ക് തോന്നുന്നു തമിഴ് ഇസ് ബീൻ പ്രീറ്റി ഗുഡ്. നമുക്ക് അത്യാവശ്യം നല്ല ഫുഡുകളൊക്കെ തന്നെയാണ് കിട്ടുന്നത്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.